എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ഹൽവയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അധികം ചേരുവകളൊന്നും ഇതിന് ആവശ്യമായിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാങ്ങ ഹൽവ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഒരു 5 മാങ്ങ ഞാനിവിടെ ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. ഇനി ഒരു 3/4 ഗ്ലാസ് കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ അത് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്ന മാങ്ങ നല്ല മധുരമുള്ളതായതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഏകദേശം വിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇനി ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു കണ്ടെയ്നറിൽ ഞാൻ നെയ്യൊക്കെ നന്നായിട്ട് തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി കൊടുത്ത് ഇതേപോലെ ഒരു ചട്ടകം വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് നട്ട്സ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂർ സെറ്റാൻ വേണ്ടി വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching this video.